SNDP ഒമാൻ യൂണിയൻ സംഘടിപ്പിക്കുന്ന ഇഫ്താർ വിരുന്നിലേക്കാണ് നമ്മളിന്നിവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരു പരമകാരുണ്യവാനായ നബി തിരുമേനിയെക്കുറിച്ച് തൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അനുകമ്പാദശകം എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നത്, പുരുഷാകൃതി പൂണ്ട ദീപമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. അങ്ങനെ നബി തിരുമേനിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയെക്കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു ഭാരതത്തിലെ ഒരു കവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയേറെ മഹത്തരമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ കരുണയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കരുതലെക്കുറിച്ചുമെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫ്താർ എന്ന വാക്കിന് ഒരുപാട് മാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്ന ആ ഇഫ്താറിൻ്റെ ശരിക്കും SNDP ഇങ്ങനൊരു കാര്യം സംഘടിപ്പിക്കാൻ കാര്യം, ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന് അരുവിപ്പുറത്ത് കുറിച്ചിട്ട ഗുരുദേവൻ്റെ അനുയായികളായി ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് ലോകത്തിന് കാട്ടിക്കൊടുക്കാവുന്ന ഒരു മാതൃകയായിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ കരുതുന്നത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ മതസൗഹാർദ്ദം, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ എല്ലാവരും നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ്താർ എന്നാൽ വിട്ടുകൊടുക്കലിൻ്റെയും കരുണയുടെയും പങ്കുവെക്കലിൻ്റെയും എല്ലാം ഒരു വലിയ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു നോമ്പ് കാലമായി കരുതുന്നു. അപ്പോൾ ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികളുണ്ട്. അവരെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ശങ്കരപിള്ള സാറാണ്. അദ്ദേഹം ഇൻഗാസിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ്. അദ്ദേഹത്തിന് SNDP ഒമാൻ യൂണിയൻ്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ ഇഫ്താർ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ശ്രീ ഉമ്മൻ സാറാണ്. അദ്ദേഹം ഗ്ലോബൽ ചെയർമാൻ ഇൻ്റർനാഷണൽ ഗാന്ധിയൻ ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ചെയർമാനാണ്. ചിരകാലമായി ഒപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമ്മളെ വിളിച്ചാലും നമ്മളുടെ ഒരു കാര്യത്തിന് അത് എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് എത്തിച്ചേരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. അപ്പോൾ ഉമ്മൻ സാറിനും പേരിലും നിങ്ങളോട്. അടുത്തത് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ അബ്ദുൽ കരീം സാഹിബാണ്. അദ്ദേഹം ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻട്രൽ കമ്മിറ്റി വൈസ്. അദ്ദേഹത്തിന് സ്വാഗതം. SNDP ഒമാൻ യൂണിയൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ നമ്മളോടൊപ്പം ഏത് പരിപാടി അവരെ ഉണ്ടെങ്കിലും നമ്മുടെ SNDPയുടെ ഒരു പ്രാതിനിധ്യം അവർ എപ്പോഴും നമ്മളെ ക്ഷണിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചും ആ ഒരു സാഹോദര്യവും ബന്ധവുമെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ശ്രീ സൽമാൻ അൽ ഹിക്മി, അദ്ദേഹം ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ സീവ് സെൻറ്ററിൻ്റെ ധായികയാണ്. അദ്ദേഹത്തിനും SNDP ഒമാൻ യൂണിയൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ ശാഖ പ്രവർത്തകർക്കും മറ്റ് നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു ഉദ്ഘാടനം എന്ന് പറയുന്ന പോലെ ഒരു ആശംസാ പ്രസംഗത്തിലേക്ക് ചെയർമാൻ അധ്യക്ഷനായിട്ട് ഇന്നത്തെ നമ്മുടെ ചെയർമാൻ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ കാരണവരാണ്. അദ്ദേഹത്തിന് സ്വാഗതം ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയതാണ്. എങ്കിലും അദ്ദേഹത്തിനെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഇഫ്താർ സംഗമം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. SNDP ഒമാൻ യൂണിയൻ ഇന്ന് ഇവിടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ഇഫ്താർ വിരുന്നിലേക്ക് എത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഇൻഗാസ് ഗ്ലോബൽ ചെയർമാൻ ശ്രീ ശങ്കരപിള്ള, അദ്ദേഹത്തിന് നമ്മളെല്ലാം വിളിക്കുന്നത് ശ്രീ മോനി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ എൻ്റെ പ്രിയ സഹോദരനും എൻ്റെ നാട്ടുകാരനുമായ ശ്രീ ഉമ്മൻ അവർ,
ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ വിങ് ലോകസഭാ മെമ്പർ അബ്ദുൽ കരീം സാഹിബ് അവർകൾ, ഇസ്ലാമിക് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സൽമാൻ അൽ ഹക്കിം അവർകൾ, സദസ്സിലിരിക്കുന്ന യൂണിയൻ്റെ ഭാരവാഹികളും യൂണിയൻ കൺവീനർ ശ്രീ രാജേഷ് അവർകൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഹർഷകുമാർ, ശ്രീ മുരളീധരൻ, ശ്രീ ദിനേഷ്, ശ്രീ വസന്തകുമാർ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ശാഖാ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ശാഖാ സെക്രട്ടറിമാർ, കൗൺസിലേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പോറ്റമ്മയുടെ മണ്ണിൽ നമുക്ക് ജാതിമത ഭേദമന്യേ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് ഒരുക്കാനുള്ള അവസരം തന്ന ഇവിടുത്തെ ഭരണാധികാരി ഹിസൈന സൈത്തം അവർക്ക് ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മൾ അല്പം വൈകിപ്പോയി ഉദ്ഘാടന പ്രസംഗം, കാരണം നമുക്കുള്ള വിശിഷ്ട അതിഥികളെല്ലാം വന്നിരിക്കുന്നു. അവരെ കൊണ്ടെല്ലാം കുറച്ച് കാര്യങ്ങൾ സംസാരിപ്പിക്കണം. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. കാരണം ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി തന്നിട്ടുള്ള സാഹോദര്യവും യേശുദേവൻ നമുക്ക് തന്നിട്ടുള്ള സ്നേഹവും ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ തന്നിരിക്കുന്ന ഉപദേശവും ഇതെല്ലാം കൂടെ ചേർത്തെടുത്തുകൊണ്ട് ആണ് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആ മഹാത്മാവ് 1855 ജന്മം കൊണ്ടതും, കാരണം അനീതികൾക്കും അക്രമങ്ങളെല്ലാം അതിക്രമിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം ജന്മം കൊണ്ടിട്ട് 1888 അരുവിപ്പുറത്തൊരു ശിവപ്രതിഷ്ഠ നടത്തി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് ഹസനും എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും പ്രത്യേക നന്ദി. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മുഹമ്മദ് നബി തന്ന ആ ഉപദേശങ്ങളും യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യവും വാത്സല്യവും ഗീതോപദേശവും ഇതിൻ്റെ എല്ലാം കൂടെ സത്ത് പിഴിഞ്ഞെടുത്തിട്ട് ശ്രീനാരായണ ഗുരുദേവൻ 1988 അരുവിപ്പുറത്തൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. ആ സത്ത് പിഴിഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി. അന്ന് വരെ ബ്രാഹ്മണന്മാർക്ക് മാത്രം പറഞ്ഞിരുന്ന ആ ക്ഷേത്ര കാര്യങ്ങളും പ്രതിഷ്ഠകളും അവരിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ആ കാലഘട്ടത്തിൽ വിപ്ലവം തിരുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തൊരു പ്രതിഷ്ഠ നടത്തി. എന്നിട്ട് അവിടെ ഫലകത്തിൽ എഴുതി വെച്ചു, ജാതിമത ഭേദമന്യേ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നും. അതിൻ്റെ പിൻതലമുറക്കാരായ നമ്മൾക്ക് ഇന്ന് ഈ പോറ്റമ്മയുടെ മണ്ണിൽ ഇന്ന് നമുക്ക് എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് അവസരമൊരുക്കിയിരിക്കുന്നു. അതെല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും കൊണ്ടാണ് നമുക്ക് അതിനവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്തിയവർക്കും മറ്റുള്ളവർക്കും എല്ലാം ഗുരുദേവൻ്റെ അനുഗ്രഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നീട്ടുന്നില്ല. കാരണം നമ്മളെ വിശിഷ്ട അതിഥികൾ ഇരിക്കുന്നു. അവർക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശങ്കരപ്പിള്ള സാർ ഒരു ആശംസ നേരുവാൻ ക്ഷണിച്ചോളൂ. SNDP യോഗം ഒമാൻ കമ്മിറ്റിയുടെ ചെയർമാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ, മറ്റ് SNDP യോഗം ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാ പരിപാടികൾക്കും SNDPയുടെ യോഗത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നതാണ്. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഇന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ല, ഒരു അസൗകര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുമ്പളത്ത് ശങ്കരപ്പിള്ള എന്നാണ് പേരെങ്കിലും മോനി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വീട്ടിലെ മെമ്പറെ പോലെ എന്നെ കാണുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയിക്കാതെ ഇവിടെ എത്തിയത്. SNDP യോഗത്തിൻ്റെ എല്ലാ പരിപാടികളിലും
ഒന്നുപോലും മുടങ്ങാതെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇത്തരം നല്ല പ്രവർത്തികൾ പല രീതിയിലും നടത്തിക്കൊണ്ടുപോകുന്ന SNDP യോഗത്തിനും അതിലെ കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ പരിപാടിക്കും എല്ലാം ആശംസകൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തത് ശ്രീ സിദ്ദീഖ് ഹസൻ അവർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിങ്ങിൻ്റെ മെമ്പറാണ്. അതുകൂടാതെ ലോ കേരള സഭ മെമ്പർ കൂടിയായ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുമ്പോൾ അദ്ദേഹം ഇടയിലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതവും ആശംസിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കാനുമായി അദ്ദേഹത്തെ ക്ഷണിച്ചു. വേദിയിലുള്ള SNDPയുടെ ഭാരവാഹികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, SNDPയുടെ ഇഫ്താർ സംഗമത്തിൽ എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയ പ്രിയൻ്റെ സഹപ്രവർത്തകൻ മോനി പറഞ്ഞതുപോലെ, ശങ്കർപിള്ള പറഞ്ഞതുപോലെ, നിരന്തരമായി നിങ്ങളെന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് വളരെ അനവധി പ്രാവശ്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഞാനന്ന് പറഞ്ഞു വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇന്നുകൂടി നിർബന്ധമായും അങ്ങയുടെ സാന്നിധ്യം ഇവിടെ വേണം എന്ന് പറഞ്ഞു. ആ സാന്നിധ്യം ഞാൻ കൂടി ആഗ്രഹിക്കുന്നത് കൊണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു സാഹോദര്യം അതിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടും ഇതിൽ പങ്കെടുക്കണമെന്ന എൻ്റെ ഇച്ഛയും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ധർമ്മ ട്രസ്റ്റിൻ്റെ ഭാഗം എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാർച്ച് 2 ദിവസം മുമ്പ് മാർച്ച് 12-ാം തീയതി 1925 മാർച്ച് 12-നാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ തുഷാർ ഗാന്ധിയുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതിഫലനം മാത്രമാണ്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനെതിരെ പടപൊരുതിയ അയിത്തം പോലെയുള്ള സംഭവങ്ങൾ വെറുപ്പാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമ്മെ പഠിപ്പിച്ച ഒരു നവോത്ഥാന നായകൻ. അദ്ദേഹം ഒരു കാവി ധരിച്ച സന്യാസിയായിരുന്നില്ല. അദ്ദേഹം മഞ്ഞവസ്ത്ര ധരിച്ച എല്ലാവരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സർവ സാഹോദര്യ ഐക്യം നിലനിൽക്കണമെന്നും എല്ലാ മതങ്ങളും ഒന്നാകണമെന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബോധനം കേരളത്തിൽ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രബോധനം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒന്നായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് രവീന്ദ്രനാഥ് ടാഗോറുമായുള്ള കൂടിക്കാഴ്ചയുടെ 100-ാം വാർഷികം ആഘോഷിച്ചവരാണ് നാം. ഞാനിവിടെ സമർത്ഥിക്കുന്നത് അദ്ദേഹം പഠിക്കാൻ പോകുന്ന സമയത്ത് പുലയർ കുടുംബത്തിൽ, അന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്പൂതിരിയും നായരും ഈഴവരും പുലയരുമൊക്കെയായിട്ടുള്ള ആ തൊട്ടുകൂടായ്മ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു പുലയർ കുടുംബത്തിൽ അടുപ്പിൽ വെച്ചിരിക്കുന്ന കഞ്ഞി വെന്ത് താഴെ പോകുന്നു. അത് ഊറ്റിവെക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ ആ പുലയർ കുടുംബത്തിൽ കയറി ആ കഞ്ഞി എടുത്തു വെച്ചത് വലിയ വിവാദം, വലിയ വിപ്ലവമുണ്ടായി ആ സമുദായ ജാതി സമവാക്യങ്ങൾക്കിടയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിലത് അറിയപ്പെട്ടു. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പുലയർ കുടുംബത്തിൽ കയറി എന്നുള്ളത്. 2, പുലയർ കുടുംബത്തിലെ കഞ്ഞി വയ്ക്കുന്ന പാത്രത്തിൽ പിടിച്ചു എന്നുള്ളത്, അത് മാറ്റി എന്നുള്ളത് വലിയ അപരാധമായി ഇട്ടാണ് പറഞ്ഞത്. അത് പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പോലുമുണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലെ, എൻ്റെ ജാതീയത, മതാന്ധത എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിയത് ഞാൻ ഡോക്ടർ BR അംബേദ്കറിൻ്റെയും ശ്രീ നാരായണ ഗുരുദേവൻ്റെയും അവരുടെ സാമീപ്യത്തിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ വളരെ പ്രസക്തമായ സമയത്ത് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ബാനറിന് കീഴിൽ നടക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ നമുക്കറിയാം. വ്രതം എന്നുള്ളത് ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ അവരുമായി ബന്ധപ്പെട്ട 50 നോമ്പിൻ്റെ കാലമാണ്. 3 നോമ്പ് കഴിഞ്ഞ് 50 നോമ്പ് വന്ന് അങ്ങനെ ഒരു 3 നോമ്പിൽ നിൽക്കുന്ന 25 നോമ്പ് ഉൾപ്പെടെയുള്ള 3 നോമ്പ് ഉൾപ്പെടെ നിൽക്കുന്ന മണ്ഡലകാല നോമ്പ് മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികളുടെ ഈ നോമ്പ് കാലത്ത് ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂട്ടുവാനുള്ള ആ ഒരു ഒരുമയോട് ഒപ്പം നിൽക്കുന്നതിന് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് SNDPക്കുള്ള ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉമ്മൻ സാറിനെ ആശംസ പറയാൻ അനുഷ്ഠിക്കുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ അയൽവാസിയും പ്രിയപ്പെട്ട എൻ്റെ സഹോദരനുമായ ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ, ശ്രീ രാജേഷ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇത് ദീർഘമായ ഒരു സംഭാഷണത്തിൻ്റെ വേദിയല്ല. കുറച്ച് കാര്യങ്ങൾ SNDP പോലുള്ള ഒരു പ്രസ്ഥാനം ഇഫ്താറിനോടനുബന്ധിച്ച് ഇങ്ങനൊരു നോമ്പുതറ സംഘടിപ്പിക്കുമ്പോൾ പറയണം എന്ന് കരുതിയാണ് വന്നത്. പക്ഷേ സമയം അതിന് അനുവദിക്കുന്നില്ല. എനിക്ക് മുമ്പ് സൂചിപ്പിച്ച പ്രസംഗകൻ പറഞ്ഞതുപോലെ 2 യുഗപുരുഷന്മാർ, ഒരു യുഗത്തിൽ മാത്രം പിറക്കുന്ന ആളിലാണ് യുഗപുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ മഹാത്മാഗാന്ധി ഒരു യുഗത്തിൽ അതേപോലെ വ്യക്തിത്വം നമ്മൾ കാണാത്തത് കൊണ്ട് അദ്ദേഹവും യുഗപുരുഷനായി നാം കാണേണ്ടതുണ്ട്. 2 മഹാസമുദ്രങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആത്മീയതമായ മഹാസമുദ്രം ശ്രീനാരായണ ഗുരു, ഒന്ന് താത്വികമായ മഹാസമുദ്രം ഗാന്ധിജി. 2 പേരും പടപൊരുതിയത് സാധാരണക്കാർ ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും കൂട്ടായ്മയ്ക്കും വേണ്ടി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആദ്യം പ്രസംഗിച്ച ശ്രീ കുമ്പളത്ത് ശങ്കരപ്പിള്ള ഇവിടെ ആശംസകൾ നേർന്നു. ഞാനും നമ്മുടെ രാജേന്ദ്ര ചേട്ടനൊക്കെ കൊല്ലക്കാരാണ്. മഹാത്മാഗാന്ധി 5 തവണ സന്ദർശിച്ച സ്ഥലമാണ് കൊല്ലം. കുമ്പളത്ത് ശങ്കിപ്പിള്ള അദ്ദേഹം സൃഷ്ടിച്ച പന്മന ആശ്രമം, അവിടെയാണ് ഗാന്ധിജി ആദ്യമായി ഹരിജന ഫണ്ടിന് വേണ്ടി, ഹരിജനങ്ങളുടെ പുനരുദ്ധാരത്തിന് വേണ്ടി സന്ദർശിച്ച ആദ്യത്തെ സ്ഥലം. എന്തുകൊണ്ട് അവിടെ സന്ദർശിച്ചു എന്ന് ചോദിച്ചാൽ, കുമ്പളത്ത് ശങ്കിപ്പിള്ള എന്ന തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യസമര സേനാനിയും ധീരയോദ്ധാവും, ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം, സർ CPI വെട്ടാൻ വാളുവരെ കൊടുത്തയച്ച ഒരു വ്യക്തിയാണ് കുമ്പള ശങ്കിപ്പിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്മുറക്കാരൻ കൂടി ഈ SNDP യൂണിയൻ്റെ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു എന്ന് പ്രത്യേകതയുണ്ട്. ഹരിജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ അദ്ദേഹം പന്മന ആശ്രമം, കുമ്പളത്ത് ശങ്കിപ്പിള്ളയുടെ പന്മന ആശ്രമം തിരഞ്ഞെടുത്തു ചോദിച്ചാൽ, മഹാത്മാഗാന്ധി 2 ദിവസം അവിടെ താമസിച്ച സ്ഥലമാണ്. അതുകൂടാതെ ചട്ടമ്പി സ്വാമികൾ, വളരെ പുനരുത്ഥാന നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമി ഉൾപ്പെടെ വന്ന് താമസിച്ച സമാധി അടഞ്ഞ സ്ഥലമാണ് പന്മന ആശ്രമം. എന്നാൽ പ്രത്യേകിച്ച് പറയേണ്ടത് കാര്യം, രണ്ടാമത് ഏറ്റവും ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് അവിടെ
നിങ്ങൾക്കറിയാവുന്നതുപോലെ പട്ടിക്ക് വഴി നടക്കാം, റോഡിൽ നടക്കാം, പൂച്ചയ്ക്ക് നടക്കാം, മുസ്ലിമിന് നടക്കാം, ഹിന്ദുവിന് നടക്കാം, പക്ഷേ ഈഴവന് നടക്കാൻ പാടില്ല. ആ സന്ദർഭത്തിലാണ് അവിടെ ഗാന്ധിജി തിരുനെൽവേലിയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി വൈക്കം സത്യാഗ്രഹം, വൈക്കത്ത് നടക്കുന്ന ഉച്ചനീച ജാതി വ്യവസ്ഥയുടെയും സമരത്തിന് വേണ്ടി അദ്ദേഹം അവിടുത്തെ തിരുമേനിയെ കാണാൻ വരുന്നതും വൈശ്യനായതുകൊണ്ട് ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പുറത്തിരുത്തി സംസാരിച്ചൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാം. ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള എന്ന ആചാര്യനാണ് ആദ്യമായി, അദ്ദേഹം വലിയ നായർ പ്രമാണിയും വലിയ ധീര യോദ്ധാവുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുളത്തിൽ മഹാത്മജിയുടെ സാന്നിധ്യത്തിൽ 60ഓളം ഹരിജനങ്ങളെ സ്വന്തം കുളത്തിൽ കുളിപ്പിച്ച് മാതൃക കാണിച്ച ഒരു സ്ഥലം കൂടിയാണ് പന്മനയാശ്രമം. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത്, ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കൂടിച്ചേരലല്ലാതെ നാട്ടിൽ ഏതെങ്കിലും ഒരു SNDPയുടെ ഒരു ഘടകം ഇങ്ങനൊരു ഇഫ്താർ നടത്തുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, ഇത് ഇവിടെ മാത്രം പോരാ. നമ്മുടെ നാടുകളിലേക്കും വീടുകളിലേക്കും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളും കൂടിച്ചേരലും ഇല്ലാതായ സമയത്താണ് പ്രത്യേകിച്ച് ശ്രീനാരായണ പ്രസ്ഥാനം പോലെ വലിയ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമം നടത്തുന്നത്. ഇതിൻ്റെ സെൻസ് എന്ന് പറയുന്നത് കൂടിച്ചേരലല്ല, ഭക്ഷണം കഴിക്കലല്ല, നോമ്പ് മുറിക്കലല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പണ്ടൊക്കെ നമ്മുടെ വെളിയത്തൊക്കെ ആൾ കളിയാക്കുമായിരുന്നു, ഈ ഒരു ജാതി, ഈഴവ ജാതി, ഒരു മതം, ഗുരുദേവൻ, ഒരു ദൈവം, ഗുരുദേവൻ, അങ്ങനെയൊക്കെ കളിയാക്കുമായിരുന്നു. എന്നാൽ അത് കളിയാക്കിയവർ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ ഇന്ന് അംഗീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് ഈ ഇഫ്താർ നടക്കുന്ന ഈ ഹാളിൽ വിവിധ ജാതി, മത, വർഗ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽപ്പെട്ട ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും നമ്മുടെ എല്ലാ മതങ്ങളും ഒന്നാണ്. എന്നാൽ ഹൈന്ദവരിൽ പോലും എല്ലാ മതങ്ങളും ഒന്നല്ല. എത്രയോ വിഭാഗങ്ങളുണ്ട്. ഇസ്ലാം മതത്തിലുമുണ്ട്, മുസ്ലിം മതത്തിലുമുണ്ട്. പക്ഷേ നമ്മുടെ കൂടിച്ചേരലൊക്കെ ഞാൻ പണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദം പറയും, പക്ഷേ മനുഷ്യർ തങ്ങളിൽ സൗഹാർദ്ദമില്ല. മതങ്ങൾ തങ്ങളിൽ സൗഹാർദ്ദമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ്. മനുഷ്യർ തങ്ങളിൽ സൗഹാർദ്ദം വേണം. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ കാലിൽ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പലതും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നോമ്പിൻ്റെ തുറക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ കരീമും സൽമാനും ഒക്കെ സംസാരിക്കാനുണ്ട്. ആയതുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനം വളരെ മികച്ച പ്രവർത്തനമാണ് ഒമാനിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ ചേട്ടനും രാജേഷിനും ഭാരവാഹികൾക്കുമെല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനെ ഒന്നായി കാണുവാനുള്ള വികാരങ്ങളല്ല നാം പ്രകടിപ്പിക്കേണ്ടത്. മനുഷ്യനെ ഒന്നായി കാണാനുള്ള പ്രവൃത്തികളാണ് നാം കാണിച്ചു കൊടുക്കേണ്ടത്. മനുഷ്യനെ ഒന്നായി കാണാനുള്ള പ്രവൃത്തിയുടെ ഒരു പര്യായമാണ് ഇന്ന് നടക്കുന്ന SNDP എല്ലാ മതത്തിലെ ആൾക്കാരെയും വിളിച്ചുകൂട്ടുന്ന ഈ ഇഫ്താർ. തീർച്ചയായും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും SNDP യൂണിയനും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ വന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അബ്ദുൽ കരീം സാഹിബാണ്. അദ്ദേഹം ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ്. ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ SNDP ഭാരവാഹികളെ, മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു ഒത്തുചേരൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഉള്ളൊരവസരം, ഇതാണ് ഇന്ന് നമുക്ക് ഇല്ലാതായി പോയിട്ടുള്ളത്. അതിന് അവസരം ഒരുക്കിയ SNDP ഭാരവാഹികൾക്ക്
പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെയും ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ കമ്മിറ്റിയുടെ പേരിലും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ സംസാരം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തത് അബ്ദുൽ കരീം സാഹിബ് നന്ദി അറിയിക്കുന്നു. അടുത്തത് ശ്രീ റഹീം വെട്ടല്ലൂരാണ്. അദ്ദേഹം KMCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ആശംസ പറയുകയാണ്. ക്ഷണിക്കുക. സ്വാഗതം ആശംസിച്ചപ്പോൾ അങ്ങ് ഇവിടെ ഇല്ലായിരുന്നു. SNDPയുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്നേഹവും സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രത്യേക സ്വാഗതത്തിൻ്റെ ഒരാവശ്യമില്ല. ഈ കൂടിച്ചേരലാണ് ഇന്ന് ആവശ്യമെന്ന് മനസ്സിലാക്കി എനിക്ക് തൊട്ടപ്പുറത്ത് KMCCയുടെ ഒരു പ്രോഗ്രാം, വളരെ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും പ്രിയപ്പെട്ട ചെയർമാൻ്റെയും രാജേഷിൻ്റെയും വിളി അത്ര പ്രധാനമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. അതിനെത്താൻ പ്രത്യേക കാരണം, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ നോമ്പ് തുറയെക്കുറിച്ച് എന്നെ ആദ്യം വിളിച്ചത് പ്രിയപ്പെട്ട രാജേഷാണ്. അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്രാവശ്യം നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാനൊരു സൗകര്യം ഉണ്ടാവുമോ, നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ചിലരൊക്കെ ഭംഗി വാക്കിന് വേണ്ടി ചോദിക്കാറുണ്ട്, പക്ഷേ അത് കാര്യമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് മനസ്സിലായി. അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ചയും വിളിച്ചിട്ട് ചോദിച്ചു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ പ്രോഗ്രാമുണ്ട്, നമ്മളൊന്ന് മാറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി മാറ്റണ്ട, ഞാൻ KMCCയുടെ പ്രോഗ്രാം മാറ്റിവെച്ച് SNDPയുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ 100% വരും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ആ ഫോണ് കട്ട് ചെയ്തത്. കാരണം മറ്റുള്ളവരുടെ സൗകര്യം നോക്കി നമ്മളുടെ സൗകര്യം മാറ്റിവെക്കാൻ ഇന്നത്തെ കാലത്ത് ആളുകൾ ബാക്കിയുണ്ട് എന്ന് ജീവിക്കുന്ന തെളിവായ SNDPയുടെ നേതാക്കന്മാരിവിടെ ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ആവശ്യം, അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, ഈ കാലത്തിൻ്റെ ആവശ്യം. എല്ലാവരും എല്ലാ മതങ്ങളിലും നോമ്പുണ്ട്, ഓരോ നോമ്പിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ ഒരു നോമ്പിൻ്റെ പ്രത്യേകത, നമ്മൾ അവസാനം വരെ ബാങ്ക് വിളിക്കുന്നത് വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതിനപ്പുറം അതെല്ലാ മതങ്ങളിലുണ്ട്. അതിനപ്പുറം ഈ 30 ദിവസം നോമ്പ് അവസാനിച്ച് ആ നോമ്പ് അവസാനിക്കുന്ന അന്ന് ആരുടെ കയ്യിലാണോ ഒരല്പം ഭക്ഷണം ബാക്കിയുള്ളത് അവനൊക്കെ തൊട്ടടുത്തുള്ളവന് ആ ഭക്ഷണം പങ്കുവെക്കണം എന്നുള്ളൊരു സന്ദേശം ഇതിലുണ്ട്. അതുതന്നെയാണ് ശ്രീ ഗുരുദേവൻ പറഞ്ഞത്, ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു മാസം കൂടിയാണത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, സന്തോഷം നിങ്ങളെല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ചേരാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെയധികം നന്ദി ശ്രീ റഹീം വെട്ടല്ലൂർ. അടുത്തത് ശ്രീ സൽമാൻ അൽ ഹക്കിമിയാണ്. ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ സീബ് സെൻറ്റർ ദായിയാണ്. അദ്ദേഹത്തെ ആശംസ പറയുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാമതായി കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെയും മത സംഘടനകളുടെയും പ്രോഗ്രാമുകൾക്കൊക്കെ പലപ്പോഴായിക്കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ SNDPയുടെ ഒരു പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ ആദ്യമായി കൊണ്ട് തന്നെയാണ് പങ്കെടുക്കുന്നത്. അതിൽ ഒന്നാമതായിക്കൊണ്ട് തന്നെ എൻ്റെ ഒരു സന്തോഷം, ക്ഷണിച്ചതിലുമുള്ളൊരു സന്തോഷം ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഒരു ഇസ്ലാമിക് സെൻറ്ററിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പരിഭാവനമായി കാണുകയും പരിശുദ്ധമായി കാണുകയും ചെയ്യുന്ന ഈ ഒരു റമദാൻ മാസത്തിൽ ഇങ്ങനെയൊരു സാഹോദര്യ ബന്ധം മുൻനിർത്തി ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ SNDPക്ക് സാധിച്ചു എന്നുള്ളതിൽ തീർച്ചയായും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായാലും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്, വ്രതം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
കാരണം ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസത്തിലെ 30 ദിനരാത്രങ്ങൾ കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നവനെയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം നോമ്പ് കൊണ്ട് അല്ലെങ്കിൽ നോമ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത്. മറിച്ച് ഇസ്ലാമിലൊരു വ്യക്തി നോമ്പെടുക്കുമ്പോൾ കേവലം അവൻ്റെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടോ വെള്ളം ഒഴിവാക്കിയത് കൊണ്ടോ മാത്രം കാര്യമായിട്ടില്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിലെ വിശുദ്ധി കൈവരിക്കാൻ ഏത് രംഗത്താണെങ്കിലും, സാമൂഹിക രംഗത്താകട്ടെ, വ്യക്തിപരമായ രംഗത്താകട്ടെ, കുടുംബരംഗങ്ങളിലാകട്ടെ, മറ്റു സാഹോദര്യ ബന്ധങ്ങളിലാകട്ടെ, ഏതു രംഗത്തും ഒരു വിശുദ്ധി കൈവരിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഒരു നോമ്പിൻ്റെ മാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിലെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ തിരുമൊഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൽ ഒരാൾ നോമ്പെടുക്കുമ്പോൾ എത്രയെത്ര നോമ്പുകാരാണ് കേവലം പട്ടിണി കിടക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് ഏകദൈവാരാധകനായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ദൈവമെന്ന് വിളിക്കുന്ന, അറബിയിൽ അള്ളാഹു എന്ന് വിളിക്കുന്ന ആ ദൈവത്തിന് നിങ്ങളുടെ പട്ടിണി ആവശ്യമില്ല എന്ന് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, റമദാൻ മാസത്തിൽ ഏതൊരു മുസ്ലിം ആകട്ടെ നോമ്പെടുക്കുന്നു എന്നതിന് പിന്നിലുള്ള ലക്ഷ്യം അവൻ്റെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കണം. കഴിഞ്ഞ 11 മാസങ്ങളിൽ അവനുണ്ടായ മോശപ്പെട്ട സ്വഭാവങ്ങൾ അത് മാറ്റാനുള്ള അവസരമായി അള്ളാഹു നൽകുന്നൊരു മാസമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഈ റമദാൻ മാസത്തെ കാണുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ നിരക്കുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകട്ടെ അതൊക്കെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ, ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ, ഏത് രംഗത്തും ആരോടും ഏറ്റവും മനോഹരമായി ഇടപഴകാൻ, അത് സ്വഭാവ രംഗത്താണെങ്കിലും ഒക്കെ ഇടപഴകാൻ അവന് സാധിക്കുന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസം ഒരു മുസ്ലിം ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളായി എന്നുള്ളതിൽ ഈ ഒരു സമയത്ത് എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏതായാലും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ നിലക്കുമുള്ള ആശംസകളും നേരുകയാണ്. ജയ് ഹിന്ദ്. വളരെയധികം നന്ദി ശ്രീ സൽമാൻ. നമ്മൾക്ക് ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങൾ. അങ്ങോട്ട് എല്ലാവർക്കും പ്രതീക്ഷിതരാകാം. അതിനുശേഷം നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചുകൊണ്ടിരിക്കുക. അതേ സമയത്ത് നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഈ പൊതുസമ്മേളനം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇരിക്കാം. 2 മിനിറ്റേ ഉള്ളൂ. താൽക്കാലികം
അവർക്ക് ആഫ്രിക്കയിൽ എന്തോന്നായിട്ടാണ് പോരും. ഇവിടെ ഒരു കസേരയുണ്ട്, ഇവിടെ ഒരു കസേരയുണ്ട്. വിജയകുമാരെ, ഇവിടെ ഒരു കസേരയുണ്ട്. ഇവിടെ ഇരിക്കാത്തവര് സീറ്റുണ്ട് ആ 4 സീറ്റുണ്ട്. എല്ലാവരും നോമ്പൊക്കെ തുറന്നു എല്ലാ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് മനസ്സും ശരീരവും വയറും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇനി അതിവിപുലമായ മറ്റൊരു സദ്യയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പലരും പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് നോൻപ് തുറകളുണ്ടായെങ്കിലും രാജേഷേട്ടൻ വിളിച്ചത് ആദ്യം നോമ്പിന് തുടക്കം എന്നുള്ളവരെ ആദ്യം തന്നെ ക്ഷണിച്ച ഒരു നോമ്പുറ എന്നുള്ള രീതിയിൽ പ്രത്യേകം ഇവിടത്തേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുക എന്ന് മാത്രമല്ല, അതൊരു ആത്മ സംസ്കരണത്തിൻ്റെ മാസമാണ്. പ്രത്യേകിച്ച് ഖുർആനിൽ ഒരു വചനം എടുത്ത് പറഞ്ഞാൽ കുല്ലു ഖുർആൻ കുല്ലുക്കും മസ്ഊൻ, ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചുമതലകളുണ്ട് എന്നുള്ളത് പോലെ തന്നെ നാം മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഭൂമിയിൽ അന്യോന്യം സഹകരിച്ചും സഹവസിച്ചും മറ്റുള്ളവൻ്റെ വേദനയും സന്തോഷത്തിലും പങ്കുചേരുക എന്നുള്ള. പ്രത്യേകിച്ച് ഇതിൻ്റെ വേനലിൽ തന്നെ പ്രത്യേകിച്ച് എല്ലാവരുടെയും എല്ലാവരുടെയും ഇഫ്താർ ഉണ്ടാവും, എല്ലാ പരിപാടികളിലും പോവാം. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ ഫോട്ടോ എടുത്തു വെച്ചു, ജാതിമത ഭേദമന്യേ ഏവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് അതൊരു വേനലിൽ നമ്മൾ എവിടെയും കാണാൻ സാധിക്കാറില്ല. എന്നും ഒരു ജാതി, ഒരു മതം, മനുഷ്യ നന്മക്ക് എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരും നേതൃത്വവും എന്നും അത് കാത്തു സൂക്ഷിച്ചുകൊള്ളുവാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൻ്റെ രീതിയിൽ ഒമാനിലെ പരിപാടികളിൽ എപ്പോഴും പ്രത്യേകിച്ച് രാജ്യത്തിലൊക്കെ 18 വർഷമായിട്ട് അദ്ദേഹമായിട്ടുള്ള ബന്ധമാണ്. വളരെ മനസ്സും എന്താ പറയുക ശരീരം ഒക്കെ നിറച്ചു നിന്നിരിക്കുന്ന ഒരു ഇഫ്താർ പരിപാടിയാണ്. ഇൻഗാസ് മസ്കറ്റിന് എല്ലാവിധ ആശംസകളും ഈ ഇഫ്താറിന് നൽകുന്നു. ബഹുമാനപ്പെട്ട
രാജേന്ദ്രേട്ടൻ, ശ്രീ രാജേഷ്, SNDP യൂണിയൻ്റെ മറ്റു ഭാരവാഹികളെ, വളരെ അധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒമാനിലുള്ള കോൺഗ്രസ് സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇൻഗാസ് ഒമാൻ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് SNDP യൂണിയൻ്റെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ സെക്ഷനിൽ സംസാരിച്ച പലരും പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാവ് ശ്രീ സിദ്ദിഖ് ഹസൻ പറഞ്ഞതുപോലെ 3 നോയമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 നോയമ്പ്. ഞാനൊരു നോയമ്പ് എടുക്കുന്ന ഒരാളാണ്. ക്രിസ്ത്യൻ നോയമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മുസ്ലിം നോയമ്പുകൾ പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി ഇരിക്കുന്നില്ല, ഉമിനീരിറക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ക്രിസ്ത്യൻ നോയമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കറിയാം, ആഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം, ചില ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങൾ അതിൽ വർജിക്കുന്നു. ഞാൻ ഈ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ്. എനിക്കും ഇഷ്ടമുള്ള 2-3 കാര്യങ്ങൾ ഞാൻ ഈ 50 ദിവസം 50 നോയമ്പാണ് ഞങ്ങൾക്കുള്ളത്. 50 നോയമ്പാണ്. ഇത് 30 നോയമ്പാണ്. ഇതിനിടയ്ക്കൂടെ ഇവിടെ ഇരിക്കുന്ന SNDP ശാഖ യൂണിയൻ്റെ സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും അറിയാം, പലരും പൊങ്കാല നോയമ്പെടുത്തിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്ത് കാണും. അത് 9 ദിവസവും മറ്റുമാണെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ഒരു 3 നോയമ്പ് കടന്നു പോകുന്ന ഒരു സമയമാണ്. അതിൽ വെറുതെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇതിനു മുമ്പ് പലരും പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. റൂബി ഭാഗത്തൊക്കെ ഒരുപാട് ഇഫ്താർ നോയമ്പുകളുണ്ട്. സൂറിൽ, നിസ്വയിൽ, റിസയിൽ ഒക്കെ പരിപാടികൾ നടക്കുക. രാജേന്ദ്രേട്ടൻ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴും വിളിച്ചു പറഞ്ഞു, ദയവായി കുര്യാക്കോസ് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ച് തന്നതല്ല. ഈ SNDP യൂണിയൻ്റെ തുടക്കകാലം മുതൽ എല്ലാ പരിപാടികളും ബഹുമാനപ്പെട്ട നിങ്ങളുടെ യൂണിയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ വന്ന സദസ്സിൽ വരെ എനിക്കിതുപോലെ സംസാരിക്കാൻ അവസരമുണ്ടായി. അതല്ലേ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ SNDP യൂണിയൻ്റെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും ആശംസ അറിയിപ്പിക്കുന്നു. നന്ദി.
ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ ശാഖാഭാരവാഹികളും ഒരേ മനസ്സോടുകൂടി പ്രയത്നിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വിജയകരമായി ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നോമ്പ് തുറന്ന് അവരുടെ മനസ്സെല്ലാം തൃപ്തിയായി എന്ന് വിചാരിക്കുന്നു. അതിലേറ്റവും വലിയ കാര്യം, ഒരാൾക്ക് നോമ്പ് തുറക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്താൽ 2 ഇരട്ടി പുണ്യം എന്നുള്ളതാണ്. അതുതന്നെയാണ് LSNDPക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനിയുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾക്കും അത് തന്നെ എല്ലാവർക്കും വേണ്ടുവോളം ആ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് തൊട്ട് വിജയേട്ടൻ, ബർക്കാഷ് ശാഖയുടെ വിജയേട്ടൻ ഫ്രൂട്ട്സ് തൊട്ട് ഇങ്ങോട്ട് ലബാൻ വെള്ളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ ഒരുപാട് ശാഖയുടെ നല്ല മനസ്സുകളുണ്ട്. ആ നല്ല സുമനസ്സുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.